ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഡെയിലി ഞാൻ എപ്പോഴും വിചാരിക്കും ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ചില സമയപരിമിതികൾ കൊണ്ടാട്ടോ ഞാനങ്ങനെ ചെയ്യാത്തത്. ഇനിയും തൊട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാമേ. കാരണം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നെങ്കിലേ അതിൽ റിസൾട്ട് വരത്തുള്ളൂ. അതിപ്പോൾ ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും പഠിക്കുന്നതിലാണെങ്കിലും എന്തുവാണെങ്കിലും അതാണ് അതിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷോർട്സ് ഞാൻ പിന്നെ ഇൻസ്റ്റയിൽ ഇടുന്നതിന് സെയിൽ പോസ്റ്റ് തന്നെ വീണ്ടും ഇതിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കോപ്പിറൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ ഒരു കമൻറ്റ് വന്ന് ഞാൻ കണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ എന്നുള്ളത്. ആർട്ടിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരാൾ ചെയ്തൊരു വർക്ക് നമ്മൾ മണി പർപ്പസിന് വേണ്ടിയിട്ട് റിക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, സെയിലിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ റിക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ ഒരു ഡിഫറൻസും വരാതെ സെയിം അതേ വർക്ക് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ ഒരു സ്റ്റഡീസ് ബേസ് ചെയ്ത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ യഥാർത്ഥ ആക്ക് മീൻസ് ആ ഒരു ആർട്ട് ചെയ്ത ആക്ക് അവിടെ കോപ്പിറൈറ്റ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ 2-3 തവണ നമ്മുടെ ഏത് അക്കൗണ്ട്, യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും ഏത് അക്കൗണ്ട് ആണെങ്കിലും അങ്ങനെ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ബാൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹോൾസെയിലായിട്ട് എടുത്ത് വിൽക്കുന്നവർക്കൊന്നും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അല്ലാതെ നമ്മൾ ഈ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ഒക്കെ ചെയ്യുന്നവർക്കാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് സാധനം ചെയ്യുമ്പോഴും കുറച്ചുകൂടെയൊക്കെ ഒന്ന് വെറൈറ്റിയിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അതിപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ കേസിലാണെങ്കിലും മറ്റുള്ളവരുടെ കണ്ടൻസ് എടുത്ത് റിയാക്ഷൻ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ബാൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ. അത് നമ്മൾ ഈ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ ChatGPT, ജെമിനി അതിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ChatGPTയും ജെമിനിയൊക്കെ നമ്മൾ വെറുതെ പിക്ചേഴ്സ് അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ബിസിനസ് പർപ്പസിനൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ് ഈ 2 ആപ്പും. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ ഈ വിലയിടുന്നതാണെങ്കിലും അതും മാക്സിമം നിങ്ങൾ മാർക്കറ്റ് റേറ്റ് നോക്കി അതിടിക്കാത്ത രീതിയിൽ വേണം വിലയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തൊക്കെയാണ് ജീവിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ കോപ്പി റൈറ്റിനെ കുറിച്ചുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക. ബൈ.